ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂസിൽ കാണാനിടയുണ്ടായി. 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി കാടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയായിരുന്നു. അന്വേഷണത്തോടനുബന്ധിച്ച് അറിയാൻ സാധിച്ചത് 16 വയസ്സുകാരനായ തൻ്റെ ആൺ സുഹൃത്താണ് ഈ ഒരു കർത്തവ്യം ചെയ്തതെന്നും അവർ തമ്മിൽ റിലേഷനിലോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നൊക്കെയാണ്. നമുക്ക് ആധികാരികമായ കാര്യങ്ങൾ അറിയില്ല, ന്യൂസ് ചാനൽസ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കും അറിയണത്. എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടും ഇവരെ വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി അപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിയാണ്, ആ ഒരു സമയത്ത്, ഒരു ടീനേജ് സമയത്ത് നമുക്ക് ഇല്ലാത്ത വികാരങ്ങളൊക്കെ വരും. റിലേഷനിലാവാൻ തോന്നും, കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ തോന്നും. ശരിയാണ്, ഞാൻ ഇല്ലെന്ന് പറയാനുള്ള, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. പക്ഷെ അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫ്രണ്ട്ഷിപ്പ് ആയാലും, ഇപ്പോൾ നമുക്കുണ്ട് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉണ്ട് ഫ്രണ്ട്സ്. അവരെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മളെങ്ങനെ അവരെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊരാണ് കാര്യം. നമ്മളത് ഇപ്പോൾ എല്ലാ റിലേഷനിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ആരും ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എല്ലാവരോടും നമ്മളൊരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. റിലേഷനിലാണ് കമ്മിറ്റ്മെൻറ്റ് വേണം, ശരിയാണ്, കമ്മിറ്റ്മെൻറ്റ് വേണം. പക്ഷേ നമുക്ക് തോന്നുകയാണ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ നോക്കണം. നമുക്ക് ഒരാൾക്ക് ഒരിക്കലും, വെദർ ഇറ്റ് ഈസ് ലൈക്ക് ഗേൾ ഓർ എ ബോയ്, ഒരിക്കലും കുറേ ലോങ് ജേണിക്ക് ഒരാളുടെ സ്വഭാവം മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എപ്പോഴെങ്കിലും പുറത്ത് വരും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് റിയലൈസേഷൻ കിട്ടുകയും ചെയ്യും. അത് കുഴപ്പമില്ല, ശരിയായി പോയിരിക്കും, അല്ലെങ്കിൽ അതൊരു തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന നമ്മളാണ് തെറ്റ്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമുക്കത് ബാഡായിട്ട് നമ്മുടെ മനസ്സിൽ എന്ന് തോന്നുന്നോ, ഒന്നില്ലെങ്കിൽ വാൺ ചെയ്യേണ്ട ഒരു സമയമാണ്, ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, വേറെ ഒന്നുമില്ല. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, സൂക്ഷിച്ച് ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ റിലേഷൻഷിപ്സൊക്കെ ചൂസ് ചെയ്യുക. ഒരാളെ മനസ്സിലാക്കിയിട്ട് മതി ഒരു ഇന്നർ കോറിലേക്കുള്ള റിലേഷൻഷിപ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.